കേരളത്തിലെ ആദ്യ രാജ്യാന്തര ആർട്ട് ഗാലറിയാകാൻ കൊച്ചിയിലെ ദർബാർ ഹാൾ ഒരുങ്ങുന്നു. ലളിതകലാ അക്കാദമിയുടെ കൈവശമുള്ള ദർബാർ ഹാൾ കൊച്ചി ബിനാലെ ഫൌണ്ടേഷനാണ് രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. ചരിത്രപരമായ മൂല്യം കാത്തുസൂക്ഷിച്ച് ഘടനയിൽ മാറ്റം വരുത്താതെയാണ് ദർബാർ ഹാളിന്റെ നവീകരണം. മുംബൈയിലെ ജഹാംഗീർ ആർട്ട് ഗാലറി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രശസ്തമായ ഗാലറികളെ വെല്ലുന്ന സൌകര്യങ്ങളാണ് ദർബാർ ഹാളിൽ ഒരുക്കുന്നത്. ഈർപ്പത്തിൽ നിന്ന് വില കൂടിയ ചിത്രങ്ങളെ സംരക്ഷിക്കാനുള്ള ഭിത്തിയാണ് പ്രധാന നിർമ്മാണം. തറയും മേൽക്കൂരയും ഉൾപ്പെടെ ഘടന പഴയപടി നിലനിർത്തും. തീപിടുത്തത്തിൽ നിന്ന് ആർട്ട് വർക്കുകൾ സംരക്ഷിക്കാനായിട്ടുള്ള ടെക്നോളജി ഉണ്ടായിരിക്കും. അതോടൊപ്പം കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കാൻ നമ്മളെ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് കൊച്ചിയിലേത്. അപ്പോൾ ഇത് ഓയിൽ പെയിന്റിങ്ങുകളൊക്കെ നശിപ്പിക്കാനായിട്ട് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്നെല്ലാം ഇതിനെ മാറ്റി സംരക്ഷിച്ചു നിർത്തുന്ന ഒരു കവചങ്ങൾ ഈ ആർട്ട് ഗാലറി ഉണ്ടായിരിക്കും. 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ബിനാലെ രാജ്യാന്തര കലോത്സവത്തിന്റെ പ്രധാന വേദിയാക്കാനാണ് ദർബാർ ഹാൾ നവീകരണം. രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയരുന്നതോടെ ലോകപ്രശസ്ത കലാകാരന്മാർ പ്രദർശനത്തിനായി ദർബാർ ഹാളിലെത്തുമെന്നാണ് ലളിതകലാ അക്കാദമിയുടെ പ്രതീക്ഷ. 3.5 കോടി രൂപയാണ് നവീകരണത്തിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഈ ചെലവ് വഹിക്കുന്നത് ലോകപ്രശസ്ത ചിത്രകാരന്മാരും മലയാളികളുമായ ബോസ് കൃഷ്ണമാചാരി, റിയാസ് കോമു എന്നിവർ നേതൃത്വം നൽകുന്ന ബിനാലെ ഫൌണ്ടേഷനാണ്. ജയപ്രകാശ്, മനോരമ ന്യൂസ്, കൊച്ചി.